നജീബിന്റെ മോന്റെ ക്ലാസ്സിലെ കുട്ടികളാണ് അവര് കാണാൻ വേണ്ടി. ഡിസംബർ 8-ാം തീയതിയുടെ പുലരിയിൽ വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു ഞെട്ടലോടെയാണ് ആ വിവരം കേട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം വരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഷാദാബ് ഇനി തങ്ങളുടെ കൂടെ ഇല്ല എന്ന സത്യം. അവർക്ക് അത് ഒരിക്കലും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ തുടക്കത്തിൽ സാധിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി തങ്ങളുടെ കളിക്കൂട്ടുകാരന് സംഭവിച്ച മരണം സഹപാഠികൾക്ക് ഏൽപ്പിച്ച മുറിവ് വളരെ ആഴത്തിലുള്ളതായിരുന്നു. ക്ലാസ്സിൽ ഹാജരെടുക്കുമ്പോഴായിരുന്നു ക്ലാസ് അധ്യാപകൻ ഷമീറും ഏറെ വിഷമിച്ചിരുന്നത്. ഒട്ടുമിക്ക ആളുകളുടെ പേരുകളും പറയുന്നത് ആളെ കണ്ടില്ലെങ്കിലൊക്കെ പേരുകൊണ്ട് ഏത് ആൾക്കാരൊക്കെ അറിയും. അൻപത് കുട്ടികളുള്ള ക്ലാസ്സിൽ കുട്ടികളുടെ അറ്റൻഡൻസ് എടുത്ത് നമ്പർ 47 എത്തുമ്പോൾ അതൊരു വിങ്ങലായും കരച്ചിലായും മാറുന്ന രംഗമായിരുന്നു ക്ലാസ്സിൽ. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി. വീട്ടിലേക്ക് ഒരു സന്ദർശനം കൂടി നടത്തണം. ഒടുവിൽ അവർ ഒന്നിച്ച് ഷാദാബിന്റെ വീട്ടിലേക്ക് ക്ലാസ് അധ്യാപകരുടെ കൂടെ യാത്രയായി. മകനെ നഷ്ടപ്പെട്ട വേദനകൾ ഉള്ളിലൊതുക്കി മുജീബ് റഹ്മാനും ബിഷാറയും കുട്ടികളെ സ്വീകരിച്ചു. തന്റെ മകന്റെ കൂട്ടുകാരുടെ വേദന മനസ്സിലാക്കിയ മാതാവ് ബിഷാറ അവരോട് ഇപ്രകാരം പറഞ്ഞു. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു ഷാദാബിനെയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും എനിക്ക് ഷാദാബിനോളം പ്രിയപ്പെട്ട മക്കളാണ്. പ്രവൃത്തി പരിചയമേളയിലും എഴുത്തിലും അഭിനയത്തിലും നിരവധി സമ്മാനങ്ങൾ വാങ്ങി സ്കൂളിന്റെ പേര് ഉയർത്തിയ ഷാദാബിനെ പോലെ നിങ്ങളും ആയിത്തീരണമെന്നും ഒരിക്കലും ദുഃഖിച്ചു കാണരുതെന്നും സ്നേഹത്തോടെ ഉപദേശിച്ചു. ഷാദാബ് കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കൂടെ ഉണ്ടാവണമെന്നും അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ വാക്കുകൾ അവർക്ക് പുതുജീവൻ പകർന്നു നൽകി. ആത്മവിശ്വാസത്തോടെ പടിയിറങ്ങിയ അവർ വാക്ക് നൽകി തങ്ങളാൽ കഴിയുന്നതെല്ലാം സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുമെന്ന്. മനസ്സിന്റെ വിങ്ങൽ മാറ്റി ആത്മവിശ്വാസത്തോടെയാണ് കൂട്ടുകാർ ഷാദാബിന്റെ തിരുശേഷിപ്പുകൾ ജ്വലിച്ചു നിൽക്കുന്ന ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത്.